हाँ अंकिता बोलना। आप ये रॉय बाजू में है क्या? नहीं वो सो रहा है। क्या हुआ? नहीं कुछ नहीं, वो रॉय और वैशाख के बीच में कुछ इश्यूज चल रहा है क्या? वो दोनों का कुछ ना कुछ फाइनेंशियल तो होता ही रहता है ना। नहीं, इस बार ऐसा नहीं। मुझे ना मामला कुछ सीरियस लग रहा है। वो क्या हुआ, कल रात मेरे और वैशाख के बीच में झगड़ा हो गया। वो गुस्से में कुछ भी बड़बड़ा जा रहे थे और बीच में रॉय का भी बुराई कर रहे थे। 2-3 दिन से बहुत ही परेशान है। मुझे लगा तुम लोगों को कुछ पता होगा। वो ये कोविड को लेके बहुत कुछ चल रहा है ना, उसी का होगा टेंशन। छोड़ ना, पुराने दोस्त ऐसे ही होते हैं, आज झगड़ते और कल गले मिल जाते हैं और फिर देखना दोनों मिलके गलती पूरा अपने ऊपर ही डाल देगा। हाँ वो भी है। चलो फिर ऐसा ही कुछ होगा। तू टेंशन मत ले, ठीक है। जैसे ठीक है। എൻ്റെ ആ പന്നി ഫാമിൻ്റെ ലോണെല്ലാം കൂടെ ഒരു തുക കടമുള്ളത് എനിക്കറിയാമല്ലോ. അത് ഈ നല്ലൊരു പങ്ക് ബാക്കി നിൽപ്പുണ്ട്. എനിക്കാണെ പഴയ പോലൊന്നും മേലെന്നേ. എൻ്റെ തലയിൽ നീ കടമെല്ലാം കൂടെ ഒഴിച്ച് ഒരു കുഞ്ഞ് സെറ്റപ്പിലോട്ട് മാറിയാലോ എന്ന് കുറേ കാലമായിട്ട് ഞാൻ ആലോചിക്കുക. എത്ര നാളെന്ന് വെച്ച് ഈ അയൽവക്കാരൊക്കെ വന്ന് സഹായിക്കുന്നത്. ഇതെല്ലാം കൂടെ കൊടുത്താൽ ഒരു 4-5 രൂപ കിട്ടും. ഇവിടാണെങ്കിൽ പുതിയ ഫ്ലാറ്റൊക്കെ വരുന്നുണ്ട്. ഒരു 50-60 രൂപ കൊടുത്ത് അതിലൊരെണ്ണം വാങ്ങിയ ഒരു ഒതുക്കാവും. എൻ്റെ കാര്യവും നടക്കും, നിങ്ങളുടെ കാര്യവും നടക്കും. അത് വേണ്ട ചാച്ച. ചാച്ചനായിട്ടുണ്ടാക്കിയെടുത്ത് വീടും പറമ്പല്ലത് ചാച്ചൻ്റെ ആകെക്കൂടിയുള്ള സമ്പാദ്യം. എന്ത് കാര്യത്തിനാന്ന് പറഞ്ഞാലും ഇത് വിൽക്കാന്നൊക്കെ പറഞ്ഞാൽ ഒരാവശ്യത്തിന് ഒതുങ്ങുന്നില്ലേ പിന്നെ ഈ സമ്പാദ്യം എന്തോന്നിനാ? എൻ്റെയും കൂടെ ആവശ്യമാണ്. ഈ കടവും വെച്ചുകൊണ്ട് എന്നെ കർത്താവ് നാളെ വിളിച്ച ഇതെല്ലാം കൂടെ ജപ്തിക്കാർ കൊണ്ടുപോകും. ഒരു 5 കൊല്ലം കൂടെ കഴിഞ്ഞാ ഈ പറമ്പിലൊക്കെ എനിക്കിങ്ങനെ ഇറങ്ങി കിടക്കാൻ പറ്റുമോ? നിങ്ങളാണ് ദൂരദേശങ്ങളിൽ ഇതൊക്കെ ഇവിടെ കിടന്ന് പാമ്പും കയറി പള്ളയും പിടിച്ച് ഇനിയുള്ള കാലത്ത് ഒറ്റയ്ക്ക് നോക്കി നടക്കാവുന്നൊരു ചെറിയ സെറ്റപ്പിലേക്ക് മാറുന്നതാ ബുദ്ധി. ഇപ്പൊ തന്നെ ഈ പറമ്പിന്റെ മൂലയിലൊന്നും ആഴ്ചയിൽ ഒരു തവണ പോലും എനിക്ക് എത്താൻ പറ്റുന്നില്ല. കരോട്ടത്തൊട്ടിന് തേങ്ങയില തേങ്ങയില നാട്ടുകാർ കൊണ്ടുപോവാ. എന്നെ വാ. കള്ളന്മാരൊക്കെ ഇറങ്ങി തുടങ്ങി. ഈ അവസ്ഥയിൽ നീ അതൊക്കെ കൂടത്തേ ഉള്ളൂ. 2 അള്ളു വെച്ചെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? ആ ഉണ്ട്, സോപ്പ് എടുക്കാൻ മറന്നുപോയി, ഗുളുബുറിയിലുണ്ട്. ഈ മറവിയ ഒരു കാര്യം ഓർമ്മ വെക്കത്തില്ല. ഇതങ്ങ് കൂടി വരും. എൻ്റെ അപ്പനും ഇങ്ങനെ ആയിരുന്നു. കുറേ കഴിയുമ്പോൾ തീരെ അങ്ങ് പോവും. ഒരു ഫ്ലാറ്റൊക്കെ ആണേ ഒരു ഹോം നേഴ്സ് മതി, കാര്യങ്ങളോടും. നിങ്ങളെ ചാച്ചനെ സഹായിക്കേണ്ട സമയത്താ ചാച്ചൻ ഞങ്ങളെ. അതൊക്കെ അവൻ്റെ ഓരോരോ ചെയ്തികളല്ലേ. ആ പദ്ധതി നമുക്ക് വല്ലതും അറിയാൻ പറ്റുമോ?
ഇവിടെ ഇട്ടിട്ടുണ്ട്. നമുക്ക് അല്ലതാ മെഡിക്കൽ എമർജൻസിക്കൊക്കെ പെർമിഷൻ കൊടുക്കുന്നുണ്ടല്ലോ. നമുക്ക് അങ്ങനെയൊന്നും ട്രൈ ചെയ്യാൻ പറ്റത്തില്ലേ? അതിന് സിസ്റ്റേഴ്സിനെ കൊണ്ടൊക്കെ കള്ളം കഴിപ്പിക്കേണ്ടി നടക്കും. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവർക്ക് മനസ്സിലാകത്തില്ലേ? മനസ്സിലാക്കുമായിരിക്കും. ഈ ചാച്ചൻ MLA വഴിയൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അതിപ്പോൾ പറഞ്ഞിട്ട് 4-5 ദിവസമായില്ലേ. ഇന്നലെ സൺഡേ അല്ലായിരുന്നോ? ഇപ്പം ഇന്ന് വല്ലതും അനക്കം ഉണ്ടെങ്കിലേ ഉള്ളൂ. അല്ല ചാച്ചൻ എന്തി? ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽ ഇതിൻ്റെ കോളിങ്ങിനെ വന്നുകൊണ്ടിരിക്കുമല്ലേ. പാലം കയറി വരുമ്പോൾ ഒരു പള്ളി കാണാം. പള്ളി കടന്നാൽ 3ാമത്തെ റൈറ്റ്. അല്ലല്ല, അത് 2ാമത്തെ റൈറ്റാ. ആ, ബോബിയുടെ വീട്. കിഴക്കേ കൊറ്റ വീടൊക്കെ അറിയാമല്ലേ? ആ, അത് ശരി. ആ വീട് കഴിഞ്ഞാൽ 50 അടി റൈറ്റ് ഉണ്ട്. അത് കയറി ആദ്യത്തെ വീട്. ആ, വലതുവശത്ത്. എന്നാൽ നാളെ കാണാം. ഒന്ന് വിളിച്ചേച്ച് വരണേ. ഡേറ്റ് അങ്ങനെ കൃത്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇനി ഉച്ച കഴിഞ്ഞ് എന്തെങ്കിലും മെയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കക്ഷി വിളിച്ചായിരുന്നു. ഞാൻ നാളെ വരാൻ പറഞ്ഞു. വന്ന് കാണത്തല്ലേ. ഇവനെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതെന്നൊക്കെ അവൻ പറയുന്നത്. എനിക്ക് ഓർമ്മയില്ല. പുറകിലെ ബെഞ്ചിലെ വല്ലതും ഇരുന്നതായിരിക്കും. ഇപ്പോൾ വലിയ ബിൽഡറൊക്കെയാ. നോയിക്കോണേ, ഞാൻ നല്ല അടി കൊടുത്തിട്ടുണ്ടായിരിക്കും ചൂരലിന് പണ്ടേ. ഇവന് ഈ വില്ലായൊക്കെ പണിയുന്ന പരിപാടിയാണ്. യുവമാർക്ക് കൊടുത്ത ഈ മരമൊക്കെ വെട്ടിയിറക്കി ഈ വീട് ഇടിച്ചു ചേർത്തി കുറേ വില്ല പണിയും. വീട് പൊളിക്കുന്നതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. ഇത് പാർക്ക് കൊടുത്താലും ചിലപ്പോൾ പൊളിക്കും. പഴയ വീടല്ലേ. പ്രശ്നം അതല്ല. അടുക്കളയുടെ ചായപ്പിലൊരു ബോഡി കുഴിച്ചിട്ടുണ്ട്. 10-12 കൊല്ലമായതാ. ഇപ്പം എല്ല് മാത്രമേ കാണത്തുള്ളൂ. എന്നാലും കൊടുക്കുന്നതിന് മുമ്പ് എടുത്ത് കരിച്ചു കളയണം. ഇല്ല, റിസ്ക്കാണ്. ബോഡി എന്ന് പറഞ്ഞാൽ ബോഡി എന്ന് പറഞ്ഞാൽ ആ കാപ്പി. അവൾക്കൊന്നും അറിയത്തില്ല കേട്ടോ. വാ, കാപ്പി കുടിക്കും. നാളെ വീട് കാണാൻ ആള് വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? പ്രതിരോധ നടപടികളിലേക്ക് കൊണ്ടുവരണം. സർക്കാരിന്റെ പ്രതിപക്ഷത്തിന്റെ പിന്തുണയെന്നും മുതിർ. ശ്രീചിത്രയിലെ ഡോക്ടറുടെ സമ്പർക്ക വലയത്തിൽപ്പെട്ടവരെ കണ്ടെത്താൻ തീവ്ര ശ്രമം. RCCയിലും നിയന്ത്രണങ്ങൾ. കോവിഡ് ബാധിച്ച് ലോകത്താകെ മരണം 7000 കടന്നു. 10 പേരിൽ കൂടുതൽ കൂട്ടം കൂടരുതെന്ന് അമേരിക്കയിൽ നിർദ്ദേശം. ജൂലൈ വരെ കോവിഡ് വ്യാപനം തുടരാൻ സാധ്യതയെന്ന് ഡൊണാൾഡ് ട്രംപ്. പ്രതിരോധത്തിനുള്ള വാക്സിൻ മനുഷ്യരിൽ പരീക്ഷിക്കും.
ജൂലി ഒന്ന് വിളിച്ചേരെ. രോഗം സ്ഥിരീകരിച്ച 24 പേരുടെയും നില തൃപ്തികരമാണ്. 12,470 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. ആൾക്കൂട്ടം ഒഴിവാക്കാനുള്ള നടപടികൾ ആരാധനാലയങ്ങളിലും നടപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സംസ്ഥാനം കൂടുതൽ ജാഗ്രതയിലേക്ക് കടക്കുന്നു.